ലോസ് ഏഞ്ചൽസിൽ അടുത്തിടെയുണ്ടായ കാട്ടുതീ വലിയ നാശമാണ് വിതച്ചത്. കാലിഫോർണിയയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായതെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ കാട്ടുതീയെ വിശേഷിപ്പിച്ചത്. ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും വീടുകൾ നശിക്കുകയും ചെയ്തു. നിരവധി ജീവനുകളും കാട്ടുതീ അപഹരിച്ചു. കാലിഫോർണിയയിലുടനീളമുള്ള 6 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് കാട്ടുതീ പൊട്ടിപ്പുറപ്പെട്ടത്. ഡെവിൾസ് വിൻഡ് എന്ന് അറിയപ്പെടുന്ന കുപ്രസിദ്ധമായ സാന്താ ആന കാറ്റാണ് കാലിഫോർണിയയിലുടനീളം നാശം വിതച്ചത്. ഉൾനാടുകളിൽ നിന്ന് ഉത്ഭവിച്ച ഈ കാറ്റ് തീരദേശ തെക്കൻ കാലിഫോർണിയയും വടക്കൻ ബാജ കാലിഫോർണിയയും ബാധിച്ചു. ഈ ശക്തമായ വരണ്ട കാറ്റാണ് തീ വേഗത്തിൽ പടർത്തിയത്. അഗ്നിശമന സേനാംഗങ്ങൾക്ക് പോലും നിയന്ത്രണ വിധേയമാക്കാൻ പ്രയാസമാക്കി. ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയാണ് സ്ഥിതി കൂടുതൽ വഷളാക്കിയത്. കാട്ടുതീയുടെ അനന്തരഫലങ്ങൾ വിനാശകരമായിരുന്നു. 30,000 ഏക്കറിലധികം ഭൂമിയാണ് കത്തി നശിച്ചത്. ആയിരക്കണക്കിന് വീടുകളും കെട്ടിടങ്ങളും നശിച്ചു. ഈറ്റൻ പ്രദേശത്ത് മാത്രമുണ്ടായ തീപിടുത്തത്തിൽ 10,600 ഏക്കറിലധികമാണ് നശിച്ചത്. കണക്കാക്കിയ നഷ്ടം $50 ബില്യൺ. ഇത് സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായാണ് അധികൃതർ പറയുന്നത്. കാട്ടുതീയിൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതിനൊപ്പം ജനജീവിതവും താറുമാറായി. ആയിരക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെട്ടു. മറ്റെവിടെയെങ്കിലും അഭയം തേടേണ്ടി വന്നു. ദുരന്തം മൂലമുണ്ടായ ആഘാതവും സമ്മർദ്ദവും തീപിടുത്തം ബാധിച്ചവരുടെ മാനസികാരോഗ്യത്തിലും ക്ഷേമത്തിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലിഫോർണിയയിൽ മൊത്തം 6 തീപിടുത്തങ്ങളാണ് ഉണ്ടായതെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. സാന്താ മോണിക്കയ്ക്കും മാലിബുവിനും ഇടയിലുള്ള പാലിസേഡ്സ് തീപിടുത്തത്തിൽ 15,000 ഏക്കറുകളാണ് ചാമ്പലായത്. നിലവിലത്തെ സാഹചര്യം നോക്കുകയാണെങ്കിലും അഗ്നിബാധ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. സാൻ ഗബ്രിയൽ പർവ്വതനിരകളുടെ താഴ്വരയിലുള്ള ഈറ്റൻ പ്രദേശത്താണ് രണ്ടാമത്തെ അതിഭീകരമായ തീപിടുത്തമുണ്ടായത്. ഇവിടെ 10,600 ഏക്കറിലധികം പ്രദേശങ്ങളാണ് കത്തിനശിച്ചത്. സാൻ ഫെർണാണ്ടോയുടെ വടക്കുള്ള ഹർസ്റ്റ് പ്രദേശത്തും വൻ തീപിടുത്തമുണ്ടായി. ഇവിടെ ഏകദേശം 880 ഏക്കർ പ്രദേശമാണ് കത്തിനശിച്ചത്. 4ാമത്തെ തീപിടുത്തം വുഡ്ലി പാർക്കിനടുത്തായിരുന്നു. 5ാമത്തേത് വെഞ്ചുറ കൗണ്ടിയിലെ ഒലിവാസിലാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിലായി ആക്ടണിലെ ലിഡിയ പ്രദേശത്തും തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റികളുടെ വസതികൾ ഉൾപ്പെടെ ജാഗ്രതാ മേഖലയിലാണ്. നിരവധി താരങ്ങളുടെ വീടുകളും കത്തിനശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ബൈഡൻ വൈറ്റ് ഹൌസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. പ്രസിഡന്റ് സംസ്ഥാനത്തെ സഹായിക്കാൻ കൂടുതൽ ഫണ്ടുകളും വിഭവങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കാലിഫോർണിയയിലെ കാട്ടുതീ ഒരു വലിയ ദുരന്തമായി പ്രഖ്യാപിക്കും. ഗവർണർ ഗാവിൻ ന്യൂസോമിന്റെ അഭ്യർത്ഥന മാനിച്ച് ആദ്യത്തെ 180 ദിവസത്തേക്ക് ദുരന്തം കൈകാര്യം ചെയ്യുന്നതിനുള്ള ചെലവിന്റെ 100% സർക്കാർ വഹിക്കുമെന്നും ബൈഡൻ പ്രഖ്യാപിച്ചു. തീ അണയ്ക്കാൻ വെള്ളം ഉപയോഗിക്കുന്നത് ലോസ് ഏഞ്ചൽസിലെ കുടിവെള്ള വിതരണത്തെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കി. ഫലപ്രദമായ ദുരന്ത നിവാരണത്തിന്റെയും ആസൂത്രണത്തിന്റെയും ആവശ്യകതയെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലായി മാറുകയാണ് ഈ ദുരന്തം.